റാഹിദ് ഇരാറ്റുപേട്ടക്കാരനാണ്, MSF-ന്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാൾ ആരോ പറഞ്ഞേച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അയാൾ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിൽ എത്തുന്നതിൽ അവരോട് കാണിക്കേണ്ട സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപ്പനാകാനുള്ള പ്രായം എനിക്കില്ലേ. അപ്പനായെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ താൻ നിരന്തരമായിട്ട് പുല്ലുംപുലാട്ടും വിളിച്ചു പറഞ്ഞു കൊടുക്കും തൻ്റെ വൃത്തികെട്ട നാവ് കൊണ്ട് ഇനിയെങ്കിലും നാമം ജപിച്ചിരിക്കാൻ നോക്കൂടൂ. പിന്നെ തനിക്കെന്താ സാമാന്യ മര്യാദ ആരും തരുന്നില്ല എന്നാ? തനിക്ക് ജനങ്ങൾ തരും, സാമാന്യ മര്യാദ അല്ല സാമാനം തരും. തൻ്റെ ആ ക്ലോസറ്റ് വായ കൊണ്ട് മിണ്ടിക്കഴിഞ്ഞ വർഗീയതയും വംശീയത അല്ലാതെ വേറെ എന്തോടോ നിനക്ക് വിളിച്ചു പോകാനുള്ളത്? പിന്നെ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കും. താൻ പുല്ലുംപുലാട്ടും വിളിച്ചു പറയലല്ലോ പണി മാധ്യമങ്ങൾക്ക് മുന്നിൽ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി കൊടുക്കണം, കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല. പിന്നെ നാളെ കുറേ ആയാലോടെ താൻ മറ്റുള്ള സാമുദായിക നേതാക്കന്മാരുടെ തലയിൽ കുതിര കയറുന്നു. അവർ തിരിച്ചു മറുപടി തരാത്തത് ചങ്കൂറ്റല്ലാണ്ടോ ധൈര്യമില്ലാഞ്ഞിട്ടോ അല്ല. ആ സാമുദായിക നേതാക്കന്മാരോടൊക്കെ തലയിൽ തലച്ചോറും തൻ്റെ തലയിൽ പച്ചത്തീട്ടായോണ്ടോടോ. വെള്ളാപ്പള്ളി പന്ന മോനെ.